ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. മലയാളത്തിന്റെ ദേശീയ മാധ്യമമായ ന്യൂസ് 18 കേരളം ഇക്കാലത്തെ ഏറ്റവും പ്രസക്തമായ സാമൂഹിക ദൗത്യമാണ് ഏറ്റെടുത്തത്. ഇക്കഴിഞ്ഞ ജൂൺ 10 തിരിതെളിച്ച പ്രകാശജ്വാല നമ്മുടെ കേരളത്തെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവാക്കളെ ലഹരിപ്പിടിയിൽ നിന്ന് കരകയറ്റാൻ, ലഹരിയിൽ മയങ്ങുന്നവരെ ജീവിതത്തിലെ പച്ചപ്പിലേക്ക് നയിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഈ മഹാദൗത്യം AD 2025 ആന്റി ഡ്രഗ് ഇനിഷ്യേറ്റീവ് നമ്മൾ ഇന്നിവിടെ പരിസമാപ്തി കുറിക്കുകയാണ്. ഈ സന്ദേശവുമായി ചെന്നെത്തിയ ഇടങ്ങൾ ഞങ്ങളെ ഇരു കൈയും നീട്ടി മനസ്സ് നിറഞ്ഞ് സ്വീകരിച്ചപ്പോൾ ഞങ്ങളുടെ തീരുമാനം പൂർണ്ണമായും ശരിയായിരുന്നു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ടായി. ഇപ്പോൾ ഇവിടെ ആ പ്രയാണം സകലമാന കേരളീയർക്കുമായി തുറന്നു കൊടുക്കുകയാണ്. ഇനി നിങ്ങളാണ് ഈ സന്ദേശം ലോകത്തിന് നൽകേണ്ടത്. നമ്മൾ AD 2025 ആന്റി ഡ്രഗ് ഇനിഷ്യേറ്റീവിന്റെ ഗ്രാൻഡ് ഫിനാലയുടെ ഔപചാരിക ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി, തിരുവനന്തപുരത്തിന്റെ ജനനേതാവ് ശ്രീ V ശിവൻകുട്ടി അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ബഹുമാനാർത്ഥം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ നാഥ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട മേയർ നിങ്ങളോട് സംസാരിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മേയറെ സ്നേഹാദരം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ VK പ്രശാന്ത്, വിശേഷണങ്ങൾ വേണ്ടാത്ത യുവ സാമാജികൻ, അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ജീവനും സ്വത്തും എന്നും സുരക്ഷിതമാണ്, അല്ലേ? നമുക്ക് ആ ഉറപ്പുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് സേന കേരളത്തിനുണ്ട് എന്നതാണ് ആ ഉറപ്പിന്റെ കാതലായ കാര്യം. തലസ്ഥാനത്ത് ആ സേനയെ നയിക്കുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ തോംസൺ ജോസ് IPS ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം. ഈ ചടങ്ങ് ലഹരി വിരുദ്ധ മുന്നേറ്റത്തിന് കരുത്ത് പകരാനുള്ളതാണ്. അതേ ലക്ഷ്യവുമായി സദാ ജാഗരൂകരായ ഒരു സേനയുണ്ട് നമുക്ക്. അവരുടെ നിതാന്ത ജാഗ്രതയാണ് വലിയൊരു പരിധിവരെ ലഹരി മാഫിയയെ തടയിടുന്നത്. അവരുടെ നേതൃതലത്തിൽ നിന്ന് ശ്രീ BL ഷിബു, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു വേദിയിലേക്ക്. സർ പ്ലീസ്. വെൽക്കം സർ. വെൽക്കം. ഇനി നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ശ്രീമതി ഡോക്ടർ മീര ജോർജിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവരുടെ എല്ലാ വാക്കുകൾക്കൊപ്പം കേൾക്കേണ്ടത് ഈ തലമുറയുടെ സ്വരമാണ്. നിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ കലാലയത്തിന്റെ വിദ്യാർത്ഥി പ്രതിനിധി NS പാർവതിയെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. പാർവതി. എല്ലാവരെയും, നിങ്ങളെ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് വാക്കുകളിലേക്ക് ഇനി നമുക്ക് കേൾക്കണം. കാര്യമായി തന്നെ AD 2025 ന്യൂസ് 18 ആന്റി ഡ്രഗ്സ് അവയർനെസ് ക്യാമ്പയിൻ ഗ്രാൻഡ് ഫിനാലെ പവർഡ് ബൈ ICL FinCorp ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, co-powered by Amrit Veni, associate sponsors IBIS Group of Educational Institutions, Petra Steel Doors and Denwood. ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനരെ, പ്രിയപ്പെട്ടവരെ, ന്യൂസ് 18 കേരളം എന്ന പ്രമുഖ ദൃശ്യമാധ്യമം അവരുടെ സാമൂഹിക ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ഏറ്റെടുത്ത AD 2025 ലഹരി വിരുദ്ധ ദൗത്യമെന്ന മഹത്തായ ഉദ്യമത്തിൻ്റെ സമാപന ചടങ്ങ്
ഉദ്ഘാടനം ചെയ്യാൻ കേരളത്തിൻ്റെ സാംസ്കാരികവും ഭരണപരവുമായ സ്ഥിരാകേന്ദ്രമായ തിരുവനന്തപുരത്ത്, അതും വിദ്യയുടെ ആകാശഗോപുരമായ മാർവാനീസ് കോളേജിൽ എത്തിച്ചേരുവാൻ കഴിഞ്ഞതിൽ ഞാൻ ആത്മാർത്ഥമായി സന്തോഷിക്കുക. വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുക എന്നതിലുപരി സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്തുകളിലൊന്ന് പരിഹാരം കാണുവാൻ തങ്ങളാൽ കഴിയുന്ന ഒരു ശ്രമം നടത്തുക എന്ന ആ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനം തികച്ചും ശ്ലാഘനീയമാണ്. ക്യാമറ കണ്ണുകൾക്ക് പോലും ഒപ്പിയെടുക്കുവാൻ കഴിയാത്ത ഭീകരമായ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിനെതിരായാണ് ഈ പോരാട്ടം. കേരള സർക്കാർ ലഹരിക്കെതിരെ ശക്തമായ നിലപാട് എന്നും സ്വീകരിച്ചിട്ടുണ്ട്. വിമുക്തി പോലുള്ള നിരവധി പദ്ധതികളുടെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കർശനമായ നിയമ നടപടികളിലൂടെയും നമ്മൾ ഈ വിപത്തിനെ ചെറുക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ നിയമം കൊണ്ട് മാത്രം തടയുവാൻ കഴിയുന്ന ഒന്നല്ല ലഹരിയുടെ വ്യാപനം. അതിന് ശക്തമായ അവബോധം കൂടിയേ തീരൂ. പ്രത്യേകിച്ചും യുവതലമുറയുടെ ഇടയിൽ ആ വലിയ ദൗത്യമാണ് ന്യൂസ് 18 ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ദൗത്യത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുവാൻ സംഘാടകർ ശ്രദ്ധിച്ചു എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ജനപ്രതിനിധികളും സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാനസികാരോഗ്യ വിദഗ്ധന്മാരും ഈ യാത്രയിൽ ഭാഗമായി. ലഹരിയുടെ വഴിയിൽ നിന്നും യുവതയെ പിന്തിരിപ്പിക്കാൻ അവർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ശ്രീ ടോം കുര്യാക്കോസ് നയിച്ച പാനൽ ചർച്ചകൾ ഓരോ വേദിയിലും ലഹരിയുടെ അപകടങ്ങളെക്കുറിച്ചും അതിജീവനത്തെക്കുറിച്ചും ചിന്തകൾക്ക് വഴിവെച്ചു എന്നത് അഭിനന്ദനാർഹമാണ്. ഈ ദൗത്യത്തിലുടനീളം ഉയർത്തിപ്പിടിച്ച ആപ്തവാക്യം വളരെ അർത്ഥവത്താണ്. ജീവിതമാകണം ലഹരി. അത് ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ ലഹരി. അറിവ് നേടുന്നതിനും കലയിലും കായിക വിനോദത്തിലും നല്ല സൗഹൃദങ്ങളിലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുക. പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ അതിജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് കൂടുതൽ തിളക്കമുണ്ടാകുന്നത്. ക്ഷണികമായ സുഖം നൽകി ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന കൃത്രിമ ലഹരികൾക്ക് പിന്നാലെ പോകാതിരിക്കാനുള്ള വിവേകം നിങ്ങൾക്ക് ഓരോരുത്തരും കാണിക്കണം. നിങ്ങളാണ് ഈ നാളത്തെ കേരളത്തിനെ നയിക്കേണ്ടവർ. ലഹരിയില്ലാത്ത ഒരു നല്ല നാളെ സൃഷ്ടിക്കേണ്ടത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ഓരോരുത്തരും ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ പോരാളികളാകണം. ഈ മഹത്തായ ദൗത്യത്തിന് നേതൃത്വം നൽകിയ ന്യൂസ് 18 കേരള ടീമിനെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഈ സന്ദേശം ഏറ്റെടുത്ത എല്ലാ കലാലയങ്ങളിലെയും വിദ്യാർത്ഥികളെയും എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. നമുക്കറിയാം, വിദ്യാർത്ഥിനിയായിരിക്കെയാണ് തിരുവനന്തപുരം നഗരത്തിൻ്റെ നാഥയായി ശ്രീമതി ആര്യ രാജേന്ദ്രൻ അധികാരമേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാലത്തെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ ജനപ്രതിനിധി കൂടിയാകണം മേയർ. അടുത്തായി സംസാരിക്കാൻ ബഹുമാനപ്പെട്ട മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രനെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാന്യനായ MLA ശ്രീ VK പ്രശാന്ത്, നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ തോംസൺ ജോസ് IPS, എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ, നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ, വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, കോളേജിൻ്റെ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് കുമാരി SN പാർവതി ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ആദ്യം തന്നെ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മാർ ഇവാനിയസ്, തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ക്യാമ്പസുകളിലൊന്നായ മാർ ഇവാനിയസിൽ ഈ ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് 2000-ഓളം വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് ന്യൂസ് 18 തീരുമാനിച്ചത്. പക്ഷേ ഇന്ന് നമുക്കുണ്ടായ സാഹചര്യം നമുക്കറിയാം. പെട്ടെന്ന് കനത്ത മഴ കാരണം നമ്മുടെ ക്യാമ്പസുകൾക്കും സ്കൂളുകൾക്കുമെല്ലാം ഇന്ന് അവധിയാണ്. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഗൗരവം ഉൾക്കൊണ്ട് ഇവിടെ വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും, എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ കേരളത്തിൽ ലഹരി വിമുക്ത കേരളം, ലഹരിക്കെതിരായ വലിയ പോരാട്ടം നടത്തുന്നതിന് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയാണ്
ആ പദ്ധതികൾക്ക്, ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്ന് പല സന്ദർഭങ്ങളിലും നാം കണ്ടിട്ടുണ്ട്. നമ്മുടെ യുവതലമുറ ശരിയായ ബോധ്യം ഈ വിഷയത്തിൽ ഉൾക്കൊണ്ട് സമൂഹത്തിൽ മാതൃകയായി മാറാൻ, സ്വയം പ്രഖ്യാപിത സന്നദ്ധ പ്രവർത്തനം നടത്താൻ നമ്മൾ ആരും ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, നാട്ടുകാർ ഇവരാരും അതിൻ്റെ വിപത്തിൽ പോയി പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി നമുക്ക് ബാധ്യതയുണ്ട്. അതിനുകൂടി ബാധ്യസ്ഥരായവരാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. തീർച്ചയായും ഇത്തരത്തിലൊരു ക്യാമ്പയിൻ ഏറ്റെടുത്ത ന്യൂസ് 18 കേരള ടീമിനെ ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സാധാരണ ജനപ്രതിനിധികളായിട്ടുള്ള ഞങ്ങളെ നോക്കി, സർക്കാർ സംവിധാനങ്ങളെ നോക്കി ഇതെല്ലാം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ വ്യത്യസ്തമായ ഒരു പുതുരീതി, ഇത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്, അതിന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ കാര്യമാണ് എന്ന ഒരു ഉറച്ച ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇത്തരം ഒരു ക്യാമ്പയിൻ ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. AD 2025 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ ക്യാമ്പസിലെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും യുവതലമുറയിലേക്കും നമുക്ക് ഈ സന്ദേശം എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്ക് ഉപഹാരം സമർപ്പിക്കാൻ ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ സൗത്ത് ശ്രീ വിവേക് നാരായണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളോട് സംസാരിക്കാനായി ശ്രീ VK പ്രശാന്ത് MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ന്യൂസ് 18 സംഘടിപ്പിച്ച ഈ AD 2025 ഗ്രാൻഡ് ഫിനാലെ ഉദ്ഘാടനം ചെയ്ത പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകൾ, വേദിയിലുള്ള നഗരസഭ മേയർ ആര്യ രാജേന്ദ്രൻ, വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെ, പ്രിയങ്കരായിട്ടുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഇന്നിവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം ന്യൂസ് 18 നേതൃത്വത്തിൽ ആൻറ്റി ഡ്രഗ്സ് 2025 ആരംഭിച്ചതിൻ്റെ ഗ്രാൻഡ് ഫിനാലെയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ ഓർമ്മിക്കുന്നത്, ലോകത്തെ എല്ലായിടത്തും കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ലഹരി ഉപയോഗം കൂടിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ അതാത് കാലത്തെ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ കൃത്യമായി ക്യാമ്പയിൻ നടത്തി മുന്നോട്ട് വരുമായിരുന്നു. ഇന്നത്തെ കാലത്തും ലഹരിയുണ്ട്. പക്ഷേ ഞങ്ങളുടെ കാലത്തും വ്യത്യസ്തമായി സിന്തറ്റിക് ഡ്രഗ്സും മറ്റു പല കാര്യങ്ങളും കടന്നു വന്നിരിക്കുന്നു. അത് ഉപയോഗിച്ചാൽ തിരിച്ചു വരാൻ കഴിയാത്ത നിലയിലേക്ക് കുട്ടികൾ അതിലേക്ക് വീണു പോവുകയാണ്. ഇത് ഉപയോഗിക്കുന്നവർക്ക് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ സാമാന്യമായി പറയാറുണ്ട്. ബോധം നഷ്ടപ്പെടുകയാണ്. ആ ബോധം നഷ്ടപ്പെട്ട് കാണിച്ചു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിയെയും കുടുംബത്തെയും ഒക്കെ ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ നടത്തുന്ന കടയിൽ വന്ന് അയാളെ ഉപദ്രവിക്കുകയാണ്, വെട്ടിപ്പരിക്കേൽപ്പിക്കുകയാണ്. പോലീസ് പിറ്റേന്ന് തന്നെ പ്രതികളെയൊക്കെ പിടികൂടുന്ന ചിത്രം നമ്മൾ പത്രത്തിൽ കണ്ടു. അപ്പോൾ ഈ നിലയിൽ നിരുപദ്രവകാരികളായിട്ടുള്ള ആളുകൾ പോലും വളരെ പെട്ടെന്ന് അക്രമാസക്തരായി ഒരു ബോധവുമില്ലാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ തിക്തഫലമാണ്. അപ്പോൾ ചെറുപ്പക്കാരൊക്കെ ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മൾ ലഹരിക്കോ അല്ലെങ്കിൽ വിനോദത്തിനോ ഒക്കെ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ വന്നു ഭവിക്കുന്ന അനന്തരഫലങ്ങൾ അയാളെയും അയാളുടെ കുടുംബത്തെയും സമൂഹത്തെയും ആകെ ഇല്ലാതാക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തിരുത്താൻ ഇത് ഉപയോഗിക്കുന്ന ആളുകൾ തയ്യാറാകണം. ഇന്നത്തെ ചെറുപ്പക്കാരെല്ലാം അങ്ങനെയാണ് എന്ന് നമ്മൾ സാമാന്യമായി വിലയിരുത്തേണ്ട കാര്യമില്ല. ചില കുട്ടികൾ അങ്ങനെ പോകുന്നുണ്ട്. അവർ അത് മനസ്സിലാക്കി തിരികെ വരുന്നതിന് ഇത്തരം ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഗുണകരമാവും. ന്യൂസ് 18 ഈ ഒരു പ്രയത്നം ഏറെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു കാര്യമായി മാറുന്നു. അതിന് തയ്യാറായിട്ടുള്ള ന്യൂസ് 18 ചാനലിനെ
ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായതിൻ്റെ സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മേയർക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ശ്രീമതി സുമി സിംഗിനോട് അഭ്യർത്ഥിക്കുന്നു. ഐ റിക്വസ്റ്റ് മിസ് സുമി സിംഗ് ടു പ്രസന്റ് അവർ ടോക്കൺ ഓഫ് ലവ് ടു മിസ് ആര്യ രാജേന്ദ്രൻ, മേയർ ഓഫ് ട്രിവാൻഡ്രം. ശ്രീ വി കെ പ്രശാന്ത് MLA ഉപഹാരം സമർപ്പിക്കുന്നതിനായി ശ്രീ വിവേക് നാരായണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. താങ്ക് യു സോ മച്ച്. വലിയ തിരക്കുകൾക്കിടയിലാണ് അവർ നമ്മളിവിടേക്ക് എത്തിയത്. ഒരു കയ്യടിയോടെ നമുക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ തോംസൺ ജോസ് IPSനെ ക്ഷണിക്കുന്നു. ഈ വേദിയിൽ ഇവിടെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കിയ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ, അതുപോലെ തന്നെ MLA ശ്രീ വി കെ പ്രശാന്ത്, മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, അതുപോലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, മറ്റ് വിദ്യാർത്ഥിനികൾ, ന്യൂസ് 18 മാനേജ്മെൻറ്റ് ആൻഡ് ഓർഗനൈസിംഗ് ടീം, ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പോലീസ് ചീഫ് വരാമെന്ന് സമ്മതിച്ചിരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക തിരക്കുകൾ കാരണമാണ് എന്നോട് ഈ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും ന്യൂസ് 18 ഈ ഇനീഷ്യേറ്റീവ്, അതിന് എല്ലാവിധ സപ്പോർട്ടും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി എന്ന നിലയ്ക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കും. അതൊരു വലിയൊരു ഇനീഷ്യേറ്റീവ് കൂടിയാണ്, നമ്മുടെ കാലഘട്ടത്തിൻ്റെയും കൂടിയും ആവശ്യം ആണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഇവിടെ കൂടിയിരിക്കുന്ന കുറച്ച് പേരാണെങ്കിലും വിദ്യാർത്ഥിനികളായ നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. വളരെ മാറിയ കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ ഞാൻ കടന്നു വന്ന കാലഘട്ടത്തിന് അപ്പുറത്തേക്ക് വ്യത്യസ്തമായിട്ടൊരു കാലഘട്ടത്തിലൂടെയാണ് വിദ്യാർത്ഥിനികളായ നിങ്ങളെല്ലാവരും കോളേജ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മളുടെ മുന്നിലേക്ക് ലഹരി എത്താനുള്ള മാർഗങ്ങൾ വളരെ വിശാലമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഡ്രഗ് എൻഫോഴ്സ്മെൻറ്റ് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പറയാറുണ്ട്. അതിൽ സപ്ലൈ സൈഡ് എന്ന് പറയുന്നത് വളരെ വിശാലമായി മാറിയ ഒരു കാലഘട്ടമാണ് നമുക്ക് മുന്നിലുള്ളത്. ഇന്ന് എല്ലാവിധ ചാനലിൽ കൂടെയും ഡ്രഗ്സ് എത്താനുള്ള നിരവധി ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ മറ്റ് ഹാൻഡിലുകളിൽ കൂടെ നിങ്ങൾക്ക് ഡ്രഗ് നിങ്ങളുടെ മുന്നിലെത്തിക്കാം. അതുപോലെ തന്നെ പാർസലായിട്ട് എത്തുന്നു, ഡാർക്ക് വെബിലൂടെ എത്തുന്നു, മറ്റ് 100 മാർഗങ്ങളിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക്, നിങ്ങളുടെ കൈകളിലേക്ക് ഡ്രഗ്സ് എത്താനുള്ള എല്ലാവിധ സാധ്യതകളും ഉള്ള ഒരു കാലഘട്ടമാണ് ഇന്ന്. അത് പ്രത്യേകിച്ചും സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ കാലത്തിലേക്ക് മാറിയതോടുകൂടി ഡ്രഗ് മാനുഫാക്ചറിങ്, ഡ്രഗ് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ, ഡ്രഗ് കാരിയേഴ്സ് എന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു 100 ഗ്രാം MDMA നമുക്ക് ഇവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായി ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു. അതിന് നമ്മുടെ സ്ത്രീകളെ അടക്കം കാരിയേഴ്സായിട്ട് ഉപയോഗിക്കുന്നു, ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ചും കോളേജ് ടൈമിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാം പരീക്ഷിക്കാനുള്ള ഒരു പ്രവണത ഉള്ള കാലഘട്ടമാണ് നിങ്ങളുടെ ഈ പ്രായം. എല്ലാതും ഒന്ന് പരീക്ഷിച്ച് നോക്കണമെന്ന് നമുക്ക് ചുറ്റുമുള്ള എല്ലാവരും നമ്മളോട് ഒന്ന് ഉപദേശിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ഇതൊന്ന് പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തവണ ഞാൻ പരീക്ഷിച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു പോരാമല്ലോ എന്നുള്ളത്. ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എല്ലാവരും എടുക്കേണ്ട ഒരു വലിയ തീരുമാനം എന്ന് പറയുന്നത് ദർ ഇസ് നോ ഫസ്റ്റ് ടൈം. ഒരു കാരണവശാലും ഒരു തവണ പോലും അത് ഉപയോഗിക്കില്ല എന്നുള്ള ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടായിരിക്കണം. കാരണം തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് കിട്ടും എന്ന് വിചാരിക്കരുത്.
അല്ലെങ്കിൽ അത് കഴിയും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം പലപ്പോഴും അത് കഴിയാറില്ല. അത് വലിയൊരു രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ കരിയർ നശിപ്പിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചെറുപ്പത്തിൽ ഈ ഒരു ഏജിൽ നിങ്ങളുടെ മുന്നിലുള്ള ഈ ഒരു വിഷയം എപ്പോഴും ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തെ അതിജീവിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പീർ പ്രഷർ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് പേര് ഡ്രഗ്സ് ഉപയോഗിച്ച് പോസ്റ്റ് ഇട്ട് ഒരു ഹീറോയിക് ഇമേജിന് വേണ്ടി പരിശ്രമിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ പെട്രോളിങ്ങിലൊക്കെ കാണാറുണ്ട്. അത് അങ്ങനെയുള്ളൊരു വീഡിയോ അല്ലെങ്കിൽ അങ്ങനെയൊരു ഫോട്ടോ ഇട്ടതുകൊണ്ട് എനിക്ക് കൂടുതൽ റെക്കഗ്നിഷൻ കിട്ടും, ഞാൻ വലിയൊരു സംഭവമായി എന്നുള്ള ചിന്ത തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു ചിന്തയുള്ളതുകൊണ്ടാണ് പലരും ആ ഒരു രീതിയിലേക്ക് കടക്കുന്നത്. അങ്ങനെയുള്ള വേരിയസ് ആയിട്ടുള്ള പല തെറ്റിദ്ധാരണാജനകവും വളരെ പ്രലോഭനപരമായിട്ടുള്ള ഒരുപാട് പ്രവണതകൾക്ക് നമ്മുടെ യുവത്വം ഈ കാലഘട്ടത്തിൽ വശംവദരായി പോകാറുണ്ട്. ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഒരിക്കൽ പോലും അത് ഉപയോഗിക്കില്ല എന്നുള്ള വലിയൊരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഡിമാൻഡ് സൈഡിലുള്ള ഏറ്റവും വലിയ നമ്മളുടെ റെസിസ്റ്റൻസ്. അതോടൊപ്പം നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ഡ്രഗ് അബ്യൂസ് ഇൻസിഡൻസും ഇഷ്യൂസും പോലീസിനും ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് ആയിട്ടുള്ള എക്സൈസിനും ഒക്കെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പോലീസിന് തീർച്ചയായിട്ടും യോദ്ധാവ് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 9959966666 എന്ന് പറയുന്ന. നിങ്ങളുടെ ഐഡൻറ്റിറ്റി സീക്രട്ടായി തന്നെ ഇരിക്കും. അതിൻ്റെ നടപടികൾ പോലീസ് ചെയ്യുന്നതായിരിക്കും. അതിന് 100% സപ്പോർട്ട് പോലീസിന് നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ഉണ്ടായിരിക്കണം, നൽകണം. നിങ്ങളുടെ സഹപാഠികളായാലും നിങ്ങളുടെ ചുറ്റുവട്ടത്തായാലും എവിടെയായാലും ഡ്രഗ് അബ്യൂസ് കാണുമ്പോൾ തീർച്ചയായിട്ടും അത് വിളിച്ചു പറയാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യും എന്ന് ഈ ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായി തീരുമാനമെടുക്കുക. ഇതിൻ്റെ ഭാഗമായി നിന്നിരിക്കുന്ന ന്യൂസ് 18 എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ലഹരി മാഫിയയെ ചെറുക്കുന്നതിൽ നമ്മുടെ എക്സൈസ് വകുപ്പിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അവരുടെ ജാഗ്രതയാണ് നമ്മുടെ നാടിനെ ലഹരി കയത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ CBL ഷിബു അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തെ ഹാർദമായി ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ഏറെ പ്രിയങ്കരനും ബഹുമാന്യനുമായ യോഗ ഉദ്ഘാടകൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി സാർ, MLA പ്രശാന്ത് സാർ, മേയർ ആര്യ രാജേന്ദ്ര അവർകൾ, ഏറെ ബഹുമാന്യനും ഏറ്റവും ആദരണീയനുമായ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ തോംസൺ ജോസ് സാർ, കോളേജ് പ്രിൻസിപ്പാൾ കുമാരി പാർവതി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ന്യൂസ് 18 AD 2025 എന്നൊരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഈ കോളേജിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഞാൻ അതിയായ നന്ദി അറിയിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന ഈ കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതേ കലാലയത്തിൽ പഠിച്ച് ഇതേ വേദിയിൽ മെയിൻ സ്ട്രീമിൽ എത്താൻ കഴിഞ്ഞ എനിക്ക് ഏറെയധികം അഭിമാനം കൊള്ളുന്നൊരു നിമിഷം കൂടിയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഇതുവരെ എത്താൻ വളരെ പ്രയത്നിച്ചു. ആ പ്രയത്നത്തിൻ്റെ ഇടയിൽ ഒരു മദ്യമാഫിയയ്ക്കും ഒരു ഡ്രഗ്സ് മാഫിയയ്ക്കും എന്നെ വേട്ടയാടാനോ കീഴ്പ്പെടുത്തുവാനോ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് നിങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നെഞ്ചുവിരിച്ച് അഭിമാനത്തോടു കൂടി നിൽക്കാൻ കഴിയുന്നുണ്ട്. അന്ന് അതിനുവേണ്ടി എന്നെ സഹായിച്ച എൻ്റെ അധ്യാപകരുടെ മുന്നിൽ ഞാൻ തലകുനിക്കുകയാണ്. 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റവും കൂടുതൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്നൊരു നിമിഷമാണിത്. നിങ്ങൾ എന്താണോ പുറത്തറിയുന്നത് അതിലുപരിയായി അതിൻ്റെ 10 മടങ്ങാണ് നമ്മുടെ പല കുടുംബങ്ങളിലും സംഭവിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്തായിട്ട് നടന്നൊരു ഇൻസിഡൻറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറയാം. ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഇന്ന സ്ഥലത്തൊരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത്. ഒരു ഉത്രാട ദിവസമായിരുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് പറയാം. ഇൻഫർമേഷൻ കിട്ടി, ഞങ്ങൾ അവിടെ എത്തി. ഇൻഫർമേഷൻ ഇങ്ങനെയായിരുന്നു, ഒരു ബൈക്കിൽ 2 പേരിരുന്ന് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു എന്നായിരുന്നു. ഞങ്ങൾ അവിടെ എത്തി. ആ പറഞ്ഞ 2 പേരെ കണ്ടുപിടിച്ചു. വിദ്യാർത്ഥികളാണ്. അവരുടെ പേരിൽ നിന്ന് മയക്കുമരുന്ന് കിട്ടുകയും ചെയ്തു.
ഒരാളെ മയക്കുമരുന്നുമായിട്ടോ എന്ത് തന്നെയായിരുന്നാലും അറസ്റ്റ് ചെയ്തായിരുന്നാലും നമുക്കൊരു നിയമമുണ്ട്. 24 hours അവരുടെ രക്ഷകർത്താക്കളെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാരെ അറിയിക്കണമെന്ന്, അവരുടെ അറസ്റ്റ് വിവരം. ആ നിയമത്തിൻ്റെ പ്രൊസീജിയറൊക്കെ കഴിയുന്നതിന് കുറേ കാലതാമസം എടുത്തു. രാത്രി 12 മണിയോടുകൂടി ഞാൻ അവരുടെ വീട്ടിലെത്തുകയാണ്. ഞാൻ ആ ഡോറിൽ ഫസ്റ്റ് നോക്ക് ചെയ്ത സമയത്ത് തന്നെ ആരെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരച്ഛൻ വാതിൽ തുറന്നു വന്നു. എന്നെ കണ്ട് ആകെ സ്റ്റണ്ടായി. ഞാൻ യൂണിഫോമിലാണ്, എൻ്റെ അധികാര ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. രാത്രി ഒരു വീട്ടിൽ വന്ന് വാതിലൊക്കെ മുട്ടി തുറന്നു കഴിഞ്ഞാൽ ആരായിരുന്നാലും ഒന്ന് പേടിക്കും, എന്തോ സംഭവിച്ചു. അപ്പോഴേക്കും അവരാരോ പരതുന്നുണ്ട്, ആരായിരിക്കും? അവരുടെ മകനെ. എന്നോട് കാര്യം അന്വേഷിച്ചു. ഞാൻ മകൻ എവിടെയാണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത്, സാർ പിറ്റേ ദിവസം ഓണമാണ്, ഓണത്തിന് പൂക്കളം ഇടുന്നതിന് വേണ്ടി പൂ വാങ്ങിക്കാൻ എൻ്റെ മകൻ പോയിരിക്കുകയാണ്, ഇതുവരെയായിട്ട് അവൻ എത്തിയിട്ടില്ല. ഞാൻ പല നമ്പറുകളിലേക്ക് ക്ഷണിച്ചു, അവനെ വിളിച്ചു, അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു, ഒരു കാരണവശാലും അവന് കിട്ടുന്നില്ല. ഞങ്ങൾ ആകെ പേടിച്ചിരിക്കുകയാണ്. അച്ഛനോട് മാറ്റി നിർത്തി കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ മകനെ മയക്കുമരുന്നുമായി അറസ്റ്റ് ചെയ്ത് എൻ്റെ ജീപ്പിൻ്റെ പുറകിലിരിക്കുകയാണ്. അമ്മ പേടിച്ചലറി പെട്ടെന്ന് വന്നു. അമ്മയോട് അച്ഛൻ തന്നെ കാര്യം പറഞ്ഞു. വളരെ സ്റ്റബോണായിട്ടുള്ള ഒരു ലേഡി എൻ്റെ മുഖത്ത് ഈ യൂണിഫോമും ഈ അധികാര ചിഹ്നങ്ങളും ഇട്ട് നിൽക്കുന്ന എൻ്റെ മുഖത്ത് കൈ ചൂണ്ടി പറയുന്നു, സാർ നിങ്ങൾക്ക് തെറ്റുപറ്റി, എൻ്റെ മകൻ അത് ചെയ്യില്ല, എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ പറഞ്ഞു ശരി. എന്നിട്ട് അവർ പറഞ്ഞ് എനിക്ക് എൻ്റെ മകനോട് സംസാരിക്കണം, അവസരം തരാം. ആ അമ്മ അന്ന് രാത്രി എൻ്റെ ജീപ്പിൻ്റെ പുറകിൽ ബാക്ക് സീറ്റിൽ വിലങ്ങുമായി നിൽക്കുന്ന മകനെ കാണിച്ചു കൊടുത്തപ്പോൾ അമ്മ ഇത്ര മാത്രമേ ചോദിച്ചിരിക്കുന്നുള്ളൂ, നിനക്ക് എന്തു പറ്റി? ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ശരിയാണോ? നീ എന്തിനാണ് ഇതിനകത്തിരിക്കുന്നത്? അമ്മ മാപ്പാക്കണം, തെറ്റുപറ്റിപ്പോയി. ഇവിടെ ആ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒരു അമ്മയും മകനും എന്ന പോലെ നമ്മൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയവരാണ്. എനിക്ക് നിന്നെയോ നിനക്ക് എന്നെയോ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നീ എന്നെയാണോ ചതിച്ചത് അതോ ഞാൻ നിന്നെയാണോ ചതിച്ചത്? ഈ അമ്മയുടെ വാക്കുകളാണ്. കേസിൻ്റെ കാര്യങ്ങൾ അതേ വഴി പോയി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ദുഃഖം താങ്ങാനാകാതെ അച്ഛൻ ഹൃദയസ്തംഭനം വന്ന് മരിച്ചു. ആ അമ്മയായ ആ വീട്ടിൻ്റെ അത്താണി ഒരു പെങ്ങളുണ്ട്. ഈ പെങ്ങൾ കോളേജിൽ പോകുന്ന വഴിക്ക് സുഹൃത്തുക്കൾ പയ്യന്മാർ ചോദിക്കുന്നുണ്ട്, മോളെ സ്റ്റഫ് ഉണ്ടോ എടുക്കാൻ? ഇത് നിങ്ങളുടെ വീട്ടിലാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ചിരിക്കണ്ട, ഇനി അടുത്തൊരു കാര്യവും കൂടിയുണ്ട് പറയാൻ. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് ഇതൊന്നും താങ്ങാൻ പറ്റുന്നില്ല. ഈ അമ്മ അവരുടെ ജീവൻ ആ ഉത്തരത്തിൽ അവസാനിപ്പിച്ചു. ഒരു ദിവസം പുലർന്ന സമയത്ത് ഈ അമ്മയുടെ അമ്മുമ്മ വന്ന് വാതിൽ തുറന്ന് നോക്കുന്ന സമയത്ത് ചേതനയേറ്റ ശരീരവുമായി ആ അമ്മ തൂങ്ങിക്കിടക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു 2 സെക്കൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കാമോ? എന്നിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാമോ, ആ ഹൃദയസ്തംഭനം മൂലം നിങ്ങൾ കാരണം ആ ഹൃദയസ്തംഭനം മൂലം മരിക്കപ്പെട്ടത് നിങ്ങളുടെ അച്ഛനാണെങ്കിൽ, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിച്ച് ആ വേദനയാൽ ആ ചേതനയേറ്റ ശരീരം ആ ഉത്തരത്തിൽ തൂങ്ങി നിൽക്കുന്നത് നിങ്ങളുടെ അമ്മയാണെങ്കിലോ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെയുള്ള സമൂഹത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതൊന്നും നിങ്ങളാരും ഒരുപക്ഷെ അറിഞ്ഞു കാണുന്നത്, നിങ്ങൾക്ക് പത്രത്തിലും ടി വിയിലും കാണുന്ന വാർത്തകളായിരിക്കാം. ഈ വാർത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴക്കൂട്ടം ഭാഗത്ത് നിന്ന് വന്നതാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജനനത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾ കാരണക്കാരാണ്. ഒരു കാരണവശാലും അവരുടെ മരണത്തിന് നിങ്ങൾ കാരണക്കാരാകരുത്. ഐ റിപ്പീറ്റ്, നിങ്ങളുടെ ജനനത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾ കാരണക്കാരായിട്ടുള്ളതിനാൽ ഒരു കാരണവശാലും അവരുടെ മരണത്തിന് നിങ്ങൾ കാരണക്കാരാകരുത്. ഞാൻ ഒരു ചെറിയൊരു കഥ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഒരു കാട്ടിൽ വലിയൊരു മത്സരം നടക്കുകയാണ്. ഇതിൽ മത്സരാർത്ഥികൾ എന്ന് പറയുന്ന പക്ഷികളാണ്. ഒരൊറ്റ കണ്ടീഷൻ, ഈ മത്സരം നടക്കുന്നതനുസരിച്ച് കാട്ടിലെയും നാട്ടിലെയും പക്ഷികളെല്ലാം ഒത്തുകൂടി. മത്സരം ഇതാണ്, ഏറ്റവും ഉയരത്തിലെത്തുന്ന പക്ഷി ഏതാണെന്ന് കണ്ടുപിടിക്കുക. മത്സരം സ്റ്റാർട്ട് ചെയ്തു. എല്ലാ പക്ഷികളും അതിൻ്റെ അതിവേഗ ശക്തിയിൽ പറന്നു. നമ്മുടെ കോഴി പോലും പങ്കെടുത്തു. അതിവേഗത്തിൽ പറന്ന കോഴി അതേ വേഗത്തിൽ തിരിച്ചുവെത്തി. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം പറന്നുയർന്ന പക്ഷികളിൽ പലതും താഴേക്ക് നിലംപതിച്ചു. എന്നാൽ പരന്ത് മാത്രം ഇതൊന്നും അറിയാതെ മുകളിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു. ആ ഡെസ്റ്റിനേഷൻ എത്താറായ സമയത്ത്
അവനറിയാം അവൻ ജയിക്കും, എന്തായിരുന്നാലും ജയിക്കുമെന്നുറപ്പ്. ആ ഡെസ്റ്റിനേഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് ആ പരുന്തിൻ്റെ ചിറകിൻ്റെ അടിയിലിരുന്ന ഒരു കുരുവി പെട്ടെന്ന് ആ പരുന്തിൻ്റെ മുകളിലേക്ക് ചാടിക്കയറി. ആരാ ഇവിടെ വിജയിയായത്? ജൂറി ആകെ കൺഫ്യൂഷനായി. ആരെ വിജയിയായി പ്രഖ്യാപിക്കും? അവിടെ പറഞ്ഞത് ജൂറി ആദ്യം മത്സരത്തിൽ പറഞ്ഞ ഏറ്റവും ഉയരത്തിലെത്തുന്ന പക്ഷിയെ കണ്ടുപിടിക്കലാണ്. അവസാനം ജൂറി ഒരു തീരുമാനത്തിലെത്തുകയാണ്. ഏറ്റവും ഉയരത്തിലെത്തിയ പക്ഷി ഈ കുരുവി തന്നെയാണ്. എന്നാൽ ഇവിടെ ഈ വിജയിച്ച പക്ഷി പരുന്താണ്. നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന പല ഡ്രഗ്സ് മാഫിയകളുടെയും ആ പ്രവർത്തനങ്ങളിൽ നിന്നും പരന്താകുന്ന നമ്മുടെ ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾ നമ്മളെ കുട്ടികളെ, കുരുവികളായ നമ്മുടെ കുട്ടികളെ വിജയപഥത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച ഈ പരിപാടി AD 2025 എന്ന് പറയുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് സർ. സർ പ്ലീസ് ഉപഹാരം സമർപ്പിക്കുന്നതായി ശ്രീ വിവേക് നാരായണ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. Thank you, sir. Thank you so much. Thank you so much. Thank you so much. സാറ് നേരത്തെ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാനും പറയാൻ ശ്രമിക്കും. ഞാനും മാറുവാ ന്യൂസിലാണ് പഠിച്ചത്. അപ്പോൾ നമ്മളെപ്പോഴും അഭിമാനത്തോടെ പറയാൻ ശ്രമിക്കുന്ന നമ്മുടെ കോളേജ്, അപ്പോൾ അങ്ങനെ അത്രമേൽ ഗംഭീരമായി ഈ കോളേജിനെ നയിക്കുന്ന പ്രിൻസിപ്പൽ ശ്രീമതി ഡോക്ടർ മീര ജോർജിനെ നിങ്ങളോട് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. ഇന്നത്തെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പുകളുടെ ഏറ്റവും ആദരണീയനായ മന്ത്രി വി ശിവൻകുട്ടി അവർകൾ, ബഹുമാനപ്പെട്ട MLA VK പ്രശാന്ത്, ആദരണീയയായ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, സദസ്സിലായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ന്യൂസ് 18 പ്രതിനിധികളെ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ലഹരിയോടുള്ള അടിമത്തം, പ്രത്യേകിച്ച് യുവാക്കളിലേക്കുള്ള ലഹരിയുടെ കടന്നുകയറ്റം ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എത്ര ഭയാനകമാണെന്ന് കേരള സമൂഹം തിരിച്ചറിയുകയും അതിനെതിരെ ഒന്നായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്നത്തെ കുട്ടികളുടെ, യുവാക്കളുടെ സിരകളിലേക്ക് ലഹരി കടത്തിവിട്ട് അവരുടെ ശരീരത്തെയും മനസ്സിനെയും ബോധത്തെയും നശിപ്പിച്ചു കളഞ്ഞ് ഒരു ജനതയെയും ഒരു രാജ്യത്തെ തന്നെയും ഇല്ലാതാക്കാൻ, ഒരു രാജ്യത്തിൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കുന്ന ഒരു മഹാവിപത്താണിത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, പ്രത്യേകിച്ച് കോവിഡിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് പങ്കുവയ്ക്കുന്ന ഒരു വലിയ സങ്കടമുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വകാര്യതയുടെയും പേരിൽ സ്വന്തം മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും മുൻപിൽ സ്വന്തം മുറികളുടെ വാതിലുകളെ കൊട്ടിയടച്ച്, സ്വന്തം മനസ്സിൻ്റെ വാതിലുകളെ കൊട്ടിയടച്ച്, സ്വന്തം ലോകത്തിൻ്റെ തന്നെ വാതിലുകളെ കൊട്ടിയടയ്ക്കുന്ന മക്കൾ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇത്തരം അടച്ചിട്ട മുറികൾക്കുള്ളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ചെന്ന് കയറുന്നത് ഒരുപക്ഷെ ഒരിക്കലും തിരിച്ചു വരാനാകാത്ത വിധത്തിൽ ഇരുട്ടുമൂടിയ വഴികളിലേക്കായിരിക്കും ആ ലോകത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികൾ, എന്ത് കാരണം കൊണ്ടായാലും ലഹരിയിലേക്കുള്ള ആ ആദ്യ ചുവട് വയ്ക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരുപക്ഷെ നിങ്ങൾ വയ്ക്കുന്ന ആദ്യ ചുവട് തന്നെ ഒരിക്കലും കരകയറാനാകാത്ത വിധത്തിലുള്ള അഗാധ ഗർത്തത്തിലേക്കായിരിക്കും. ഈ ഇരുണ്ട കാലത്ത് നമ്മുടെ കുട്ടികളെ, നമ്മുടെ യുവാക്കളെ നമ്മൾ കൂടുതൽ കരുതലോടെ ചേർത്ത് പിടിച്ചേ മതിയാകൂ എന്ന ചിന്തയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ന്യൂസ് 18 കേരളം ഈ ഒരു മഹത്തായ ദൗത്യത്തിന് തുടക്കം കുറിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തലസ്ഥാന നഗരിയിൽ ബഥനി കുന്നിൽ മാർ ഇവാനിയോസ് എന്ന ഈ ദീപശിഖ ഈ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം മാത്രമല്ല, വിവേകത്തിൻ്റെയും വെളിച്ചം കാലാകാലങ്ങളായി യുവ മനസ്സുകളിലേക്ക് പകർന്നു നൽകിക്കൊണ്ട് 75 ആണ്ടുകൾ കടന്ന് ശിരസ്സുയർത്തി നിൽക്കുകയാണ്.
ന്യൂസ് 18 ഏറ്റെടുത്ത ഈ ദൗത്യം തികച്ചും പ്രശംസനീയമാണ്. ലഹരിയല്ല ജീവിതം, മറിച്ച് ജീവിതമാണ് ലഹരി എന്ന ഈ സന്ദേശം കുട്ടികളിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കളിലേക്ക് എത്തിക്കണമെങ്കിൽ മാധ്യമങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നത് കൂടുതൽ ഫലപ്രദമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മഹത്തായ സംരംഭത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ മാർ ഇവാനിയോസ് കോളേജിനുള്ള അഭിമാനവും ചാരിതാർത്ഥ്യവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. ഈ മഹത് സംരംഭത്തിന് എല്ലാ വിജയാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഒരു ഉപഹാരം മാഡത്തിന് കൂടി ശ്രീ വിവേക് നാരായണനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു മാം. ഇനി നിങ്ങളിൽ ഒരാളാണ്, നമ്മൾ അങ്ങോട്ട് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് നിങ്ങളെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ പാർവതി, 1ാം സെമസ്റ്റർ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി പാർവതിയെ ക്ഷണിക്കുന്നു സംസാരിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഏവർക്കും അറിയുന്ന ന്യൂസ് 18 എന്ന വാർത്താമാധ്യമം ലഹരിക്കെതിരെ സംഘടിപ്പിക്കുന്ന AD 2025 എന്ന കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രസക്തമായ ഉദ്യമം AD 2025 ആൻറ്റി ഡ്രഗ് അവയർനെസ് ക്യാമ്പയിന് നമ്മുടെ കോളേജിൽ പരിസമാപ്തി കുറിക്കുകയാണ്. പരിപാടിയുടെ തുടക്കത്തിൽ അശ്വതി മാം പറഞ്ഞതുപോലെ ഇതിന് ഒരു സാങ്കേതികമായ പരിസമാപ്തി മാത്രമാണ് ഇന്നിവിടെ നമ്മൾ കുറിക്കുന്നത്. ഇന്ന് ഈ പരിപാടിയുടെ ഭാഗമായ നമ്മൾ ഓരോരുത്തരിലൂടെയും ഇതിൻ്റെ അലയൊലികൾ സമൂഹത്തിലേക്ക് എത്തിച്ചേരേണ്ടതുണ്ട്. വർത്തമാനകാലത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്നതും പുതുതലമുറയിൽപ്പെട്ട നമ്മൾ ഓരോരുത്തരും അറിയാതെ അകപ്പെട്ട് പുറത്തു കടക്കാനാകാതെ ചക്രവ്യൂഹ ചുഴി ആയിത്തീരുന്നതുമായ ഒരു വലിയ വിപത്താണ് ലഹരി. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടവരാണ് നമ്മുടെ യുവതലമുറ. എന്നാൽ ഈ യുവതലമുറ തെറ്റായ ദിശയിലേക്ക് നയിക്കപ്പെടുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെ തീരാ നഷ്ടമാണ്. ലഹരിക്കെതിരെ നിരവധി നിയമങ്ങൾ നിലവിലുണ്ടെങ്കിൽ പോലും പലപ്പോഴും പലവിധ പ്രലോഭനങ്ങളിൽ അകപ്പെട്ട് ലഹരിക്ക് അടിമപ്പെടുന്ന യുവാക്കളുടെ എണ്ണവും അതുവഴി താറുമാറാകുന്ന കുടുംബങ്ങളുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, അലസത, ഉറക്കമില്ലായ്മ, വിശപ്പില്ലായ്മ തുടങ്ങി ഒട്ടനവധി രോഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അവയവത്തെ മുഴുവൻ താറുമാറാക്കാനും ശക്തിയുള്ള ഒരു വിപത്താണ് ലഹരി. ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ഇന്ന് എത്തിച്ചേരുന്ന രോഗികളിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളും യുവാക്കളുമാണെന്നത് ഗൗരവമായ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു വിഷയമാണ്. സാക്ഷരതയും പ്രബുദ്ധതയും അവകാശപ്പെടുന്ന നമുക്ക് ഇന്ന് നമ്മുടെ യുവതലമുറയെ പറ്റി വ്യാകുലപ്പെടേണ്ട അവസ്ഥയാണ് ലഹരി വാർത്തകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ലഹരിയുടെ ദൂഷ്യവശങ്ങളെപ്പറ്റി നമ്മുടെ മാതാപിതാക്കൾ കുട്ടികളെ വ്യക്തമായി ബോധ്യപ്പെടുത്തുവാനും ലഹരിക്ക് അടിമപ്പെടാതെ സ്വയം മാതൃകയാകാനും ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മൂല്യബോധമുള്ള വ്യക്തിത്വം കുട്ടികളിൽ വളർത്തിയെടുക്കുന്നതിനായി സമൂഹം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കൾക്ക് വഴികാട്ടിയാകുവാനും വേണ്ടപ്പോൾ ശാസിക്കുവാനും അവരെ ബഹുമാനിക്കുവാനും രക്ഷിതാക്കൾ തയ്യാറാകുന്നിടത്തും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ ഉരുവിട്ട് അവരെ ചേർത്ത് പിടിക്കാൻ അധ്യാപകർ തയ്യാറാകുന്നിടത്തും നിയമത്തെയും ശിക്ഷാവിധികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് സംരക്ഷകരാകാൻ നിയമപാലകർ തയ്യാറാകുന്നിടത്തുമാണ് നമ്മുടെ തലമുറ അംഗീകരിക്കപ്പെടുകയും അവർ വളർന്നു വരികയും ചെയ്യുന്നത്. ജീവിതത്തെ ലഹരിയാക്കാൻ ഒട്ടനവധി മാർഗങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ ലഹരിയുടെ ചിന്തകളെ പാടെ പുറത്തു നിർത്തിക്കൊണ്ട് വരും തലമുറയെ ഒരു ലഹരി മുക്ത സമൂഹമാക്കി തീർക്കുന്നതിനായി, ആരോഗ്യപരമായ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനായി ലഹരിമുക്ത കലാലയം, സുരക്ഷിത കലാലയം എന്ന സന്ദേശം പ്രാവർത്തികമാക്കുവാനായി നമുക്ക് ഓരോരുത്തർക്കും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാം. ലഹരിക്കെതിരായുള്ള ഈ ശക്തമായ പോരാട്ടത്തിൽ നമ്മുടെ മാർ ഇവാനിയോസ് കുടുംബാംഗങ്ങൾ ഒപ്പമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു പാർവതി. പാർവതി പറഞ്ഞ പോലെ നിങ്ങളുടെ വാക്കുകളാണ് പാർവതി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. പാർവതി,
അപ്പോൾ പാർവതിക്ക് ഇവരുടെ എല്ലാവരുടെയും കൂടി റെപ്രസെൻറ്റേറ്റീവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുന്നതായിട്ട് കരുതണം ഒരു ഉപഹാരം. ഓക്കെ, AD 2025 പാർവതിക്ക് ഉപഹാരം നൽകുന്നതിന് ഞങ്ങളുടെ എഡിറ്റർ ശ്രീ ലീൻ ബി ജാസ്മസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം, താങ്ക് യു പാർവതി. അപ്പോൾ ഇനിയും നമുക്ക് വേദിയിൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വേദി വീണ്ടും എടുക്കുകയാണ്. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആരും പോകരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ, നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന, സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ മുൻനിരയിലുണ്ട്. അവരോട് സംസാരിക്കണമെങ്കിൽ ഒന്ന് കൈയടിക്കാം. യെസ്. ഇനി ഈ വേദിയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ മജീഷ്യന്മാരെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളോട് സംസാരിച്ച്, അതും നല്ല അക്ഷരസ്ഫുടതയോടെ നമ്മളോട് സംസാരിച്ച് പല കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. പലപ്പോഴും മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും മജീഷ്യൻസ് സ്പീഡിൽ കാര്യങ്ങളൊക്കെ ചെയ്യുക. പക്ഷേ നമ്മുടെ ശ്രീ ഗോപിനാഥ് മുതുകാട് സാർ, അദ്ദേഹം നിങ്ങളോട് സംസാരിക്കാൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുമായിരുന്നു. നമ്മൾ അതൊക്കെ കേട്ടാണ് നമ്മൾ വളർന്നത്. ഇപ്പോൾ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷത്തോടെ നിങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ അനിയത്തിമാരെ, അനിയന്മാരെ, അധ്യാപകരെ, ഓരോ ചാനലും ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സാമൂഹ്യ പ്രതിബദ്ധത. ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മയക്കുമരുന്ന്, മദ്യം തുടങ്ങിയവയുടെ അനാവശ്യമായിട്ടുള്ള ഉപയോഗത്തിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ, അതിൻ്റെ പേരിൽ തകർന്നു പോകുന്ന മൂല്യങ്ങൾ, അതിനൊക്കെ എതിരെ ശക്തമായി പ്രതികരിക്കുക എന്നുള്ളതാണ് ന്യൂസ് 18 ഏറ്റെടുത്തിരിക്കുന്ന ഈ ഒരു ദൗത്യം. AD എന്ന പേരിൽ ഏറ്റെടുത്തിരിക്കുന്ന ഈ ദൗത്യത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആദ്യമായിട്ട് നേരുന്നു. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, ഇവിടെ 4 കുട്ടികൾ പെർഫോം ചെയ്ത അതിമനോഹരമായ നൃത്തമാണ്. ആ നൃത്തം നിങ്ങൾ കണ്ടു, നമ്മൾ കൈയടിച്ചു അല്ലേ? ആ നൃത്തം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവർ അതിൻ്റെ ഒരു ലഹരിയിലാണ്. ആ നൃത്തത്തിൽ മാത്രം ലയിച്ച് അതിനകത്ത് അവർ ശരീരവും മനസ്സും അർപ്പിച്ചുകൊണ്ടാണ് പെർഫോം ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, നിങ്ങൾ വളർന്നു വരുന്ന തലമുറയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ലഹരി ഉണ്ടാവണം. ആ ലഹരി എന്ന് പറയുന്നത് നിങ്ങൾ ഏർപ്പെടുന്ന മേഖല ഏതാണോ, പഠനമാവാം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കലാപരിപാടികളാവാം, സ്പോർട്സ് ആവാം, ഏതാണെങ്കിൽ പോലും അതിനകത്ത് നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ നിന്ന് നമ്മൾ ജീവിതത്തിൽ വഴിമാറിപ്പോയി കഴിഞ്ഞാൽ അതോടുകൂടി ജീവിതത്തിൻ്റെ താളം തെറ്റും. നിങ്ങളൊരു പക്ഷേ M. മുകുന്ദൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇരുന്ന സമയത്ത് പണ്ട് വായിച്ച ആ പുസ്തകത്തിലെ ചില വരികൾ ഓർമ്മയിലേക്ക് വന്നു. അതിൻ്റെ ആദ്യത്തെ പേജ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ മയ്യഴി രാജ്യത്തും ഒരു ജാലവിദ്യക്കാരനുണ്ടായിരുന്നു. മഗ്യമദാമയുടെ സായിപ്പും മൈക്കലിൻ്റെയും എൽസിയുടെയും പപ്പയുമായ അൽഫോൻസ് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകത്തിൻ്റെ ആദ്യ പേജ് തുടങ്ങുന്നത്. അൽഫോൻസ് അച്ഛൻ എന്ന് പറയുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ ഇന്ദ്രജാലം കാണിച്ച് നടന്നിരുന്ന ഒരു ജാലവിദ്യക്കാരനായിരുന്നു. അതിമനോഹരമായി മാജിക് കാണിച്ച് അദ്ദേഹം ചില്ല് ജാലകങ്ങളുള്ള ഒരു വീട് പണിയിച്ച് സമൃദ്ധമായി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ജീവിച്ചു പോന്ന ഒരു മാന്ത്രികനായിരുന്നു അൽഫോൻസ് അച്ഛൻ. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ ആ മാജിക്കിൻ്റെ ലോകത്ത് വിരാജിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് തന്നെ മദ്യത്തിനും കഞ്ചാവിനും അടിമയാവുകയും അദ്ദേഹം കഞ്ചാവിൻ്റെ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അൽഫോൻസ് അച്ഛൻ മാറുകയും ചെയ്തു. M. മുകുന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ കഞ്ചാവിൻ്റെ പുക പോലെ അലഞ്ഞു നടക്കുന്ന ഒരു മാന്ത്രികനെയാണ് പിന്നീട് മുകുന്ദൻ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി, മാജിക് കാണിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. ആ സമയത്ത് ദുബൈയിൽ നിന്ന് ഒരു മാധവേട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഈ മാധവേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ പിറന്നാളിന് ഇതേ മാജിക് കാണിക്കാൻ വേണ്ടി തൻ്റെ പെട്ടിയും ചീട്ടും കടലാസും എല്ലാം എടുത്തതിന് ശേഷം ആ വീട്ടിലേക്ക് ചെല്ലുന്നു. പെട്ടി തുറന്ന് പന്തും ചീട്ടുമെല്ലാം മാജിക് കാണിക്കാൻ വേണ്ടി കയ്യിലെടുക്കുമ്പോൾ കൈ വിറച്ച് അതെല്ലാം താഴേക്ക് വീഴുന്നൊരവസ്ഥയുണ്ട്. ഈ മാധവൻ കുറച്ച് പൈസ എടുത്തതിന് ശേഷം അൽഫോൻസ് അച്ഛൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, സായിവ് മാജിക്കൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിൽ നിന്നും ചുടുചോര ഒഴുകിക്കൊണ്ട്, മുകുന്ദൻ്റെ ഭാഷയാണ്, ചുടുചോര ഒഴുകുന്ന കണ്ണീര് ചിത്രമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അൽഫോൻസ് അച്ഛൻ പറയുന്നുണ്ട്, കഞ്ചാവിനും കള്ളിനും അടിമയായ എൻ്റെ മാധവ തോറ്റുപോയി ഞാൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ഈ പുസ്തകം വായിക്കുന്നത്. ജാലവിദ്യയെ അത്രമാത്രം പ്രണയം തോന്നി തുടങ്ങിയ കാലത്താണ്.
മാജിക് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജാലവിദ്യക്കാരനാവണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന കാലത്താണ് ഈ പുസ്തകത്തിൽ ആദ്യത്തെ താള് ഞാൻ വായിക്കുന്നത്. അത് വായിച്ചപ്പോൾ അന്ന് ഞാൻ ഉറപ്പിച്ചു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു തുള്ളി മദ്യമോ ഒരു സിഗരറ്റോ ഒരു തരത്തിലുള്ള മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളോ ഉപയോഗിക്കുകയില്ല എന്ന്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ന്യൂസ് 18 വേദിയിൽ വെച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ഇത് സംസാരിക്കാനുള്ള യോഗ്യതയുണ്ട്. കാരണം ജീവിതത്തെ അല്ലെങ്കിൽ എൻ്റെ മേഖലയെ മാജിക്കിന് ഒരു ലഹരിയായ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഈ ഭൂമിയിലേക്ക് ഒരു തവണ മാത്രമാണ് നമ്മൾ ഈ ഭൂമിയിൽ വന്നു പോകുന്നത്. കോടാനുകോടി വർഷങ്ങൾക്കിടയിൽ ഒരു അപേക്ഷ പോലും കൊടുക്കാതെ, ഒരു ക്യൂവിലും നിൽക്കാതെ, ആരും റെക്കമെൻഡ് ചെയ്യാതെ സുന്ദരമായ ഈ ഭൂമിയിൽ നമ്മൾ പിറന്നു വീണു. മഴ പെയ്യുന്നു, എന്ത് സൗന്ദര്യമാണ്! വെയിലരയ്ക്കുന്നു, എന്ത് സൗന്ദര്യമാണ്! പൂക്കളുണ്ടാവുന്നു, ശലഭങ്ങൾ പറന്നു നടക്കുന്നു, ഇതൊക്കെ സുന്ദരമാണ്. ജീവിതത്തിൽ ആ ആസ്വാദനമായിരിക്കണം നിങ്ങളുടെ ലഹരി എന്ന് പറയുന്നത്. ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും ആസ്വദിച്ചുകൊണ്ടിരിക്കുക, ആ നിമിഷത്തിൽ ജീവിക്കുക, അതാണ് ജീവിതത്തിൻ്റെ ലഹരി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ജീവിതത്തിലെ ഓരോ നിമിഷത്തെയും നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള മനസ്സുണ്ടാകുമ്പോഴാണ് ജീവിതത്തെ നമുക്ക് ലഹരിയാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പ്രലോഭനങ്ങളുണ്ടാവാം. ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ ചിന്തിപ്പിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മാർഗം തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്താൽ മതി, നമ്മൾ പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും, കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകൾ താഴേക്ക് വീഴും. എന്തെറിയണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആരെങ്കിലും പൂക്കൾ എറിഞ്ഞിട്ട് കല്ലുകൾ താഴേക്ക് വീണിട്ടില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുകൊണ്ട് ന്യൂസ് 18 ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആദ്യം ഈ സ്ക്രീനിൽ കാണിച്ച വീണ്ടും ആ വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. ജീവിതമായിരിക്കണം നമ്മുടെ ലഹരി, നമ്മൾ ഇടപെടുന്ന മേഖലയായിരിക്കണം നിങ്ങളുടെ ലഹരി. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാകുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള പഠനമായിരിക്കണം, വായനയായിരിക്കണം നിങ്ങളുടെ ലഹരി എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. ന്യൂസ് 18 എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു കുഞ്ഞു മാജിക്ക് ഞങ്ങൾ കാണിച്ചു തരട്ടെ. ഒരു പേപ്പറാണ്, കണ്ടല്ലോ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യം ഒന്ന് ഉറച്ചു വായിച്ചു കഴിഞ്ഞാൽ സന്തോഷം. ഉറച്ചു വായിക്കുക. ഹാബിറ്റ്. ഓക്കെ, എന്താ ഹാബിറ്റ് എന്നതിൻ്റെ വാക്കതിൻ്റെ അർത്ഥം? ഒരു ശീലം, ഒരു സ്വഭാവം, ഇതൊക്കെയാണ് ഹാബിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ഹാബിറ്റിന്, ഒരു ചീത്ത കാര്യത്തിന് അല്ലെങ്കിൽ നല്ല കാര്യത്തിന് നമ്മൾ അടിമയായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് മോചനം നേടാൻ നമുക്ക് പറ്റില്ല. ഇത് ഈ പ്രായത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പോലും ഒരു പരിധിവരെ അഡിക്ഷനിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ അവിടെ നിയന്ത്രണം കൊണ്ടുവരേണ്ടത് നമ്മളാണ്. ഞാൻ എൻ്റെ ഓർമ്മയിലേക്കാണ് പോകുന്നത്. ഞാൻ മഞ്ചേരി NSS കോളേജിലാണ് ഡിഗ്രിക്ക് പഠിച്ചത്. ആ പഠിക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു. അവൻ്റെ സ്വഭാവം, അവൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം ചായ കഴിക്കുന്ന സ്വഭാവമാണ്. ചായ എന്ന് പറഞ്ഞാൽ ഒരു 10-15 ചായ അവൻ കഴിക്കും. ക്ലാസ് കഴിഞ്ഞാൽ ഒരു അവർ കഴിഞ്ഞാൽ നേരെ ക്യാൻറ്റീനിലേക്ക് പോകും, കടുത്ത ചായ കഴിക്കുന്നു, സ്ട്രോങ് ടീ കഴിക്കുന്നു. അപ്പോൾ അവൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മോചനം നേടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുറച്ച് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു. അവൻ കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ ഞാൻ ആ ഹാബിറ്റിൻ്റെ ഒരക്ഷരം ഞാൻ നീക്കം ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? എ ബിറ്റ്, അല്ലേ? എ ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഈസ് ദർ. ഇപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. വീണ്ടും അവൻ കുറച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? ബിറ്റ് ഓഫ് ദാറ്റ് ഹാബിറ്റ് ഈസ് അഗെയിൻ ദർ. വീണ്ടും ഒരക്ഷരം കൂടി കുറച്ച് കഴിഞ്ഞാൽ എന്താ കാണാൻ പറ്റുന്നത്? ഇറ്റ് ഈസ് ദർ. സ്റ്റിൽ ആ ഹാബിറ്റ് അവിടെയുണ്ട്. വീണ്ടും അവൻ കുറച്ചു. ഇപ്പം എന്താ കാണാൻ പറ്റുന്നത്? ടീ. നമ്മുടെ പ്രശ്നം എന്താണ്? ടീ, ചായ, ഇതാണ് പ്രശ്നം, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞാൻ ചെയ്യുന്നത്, ഈ കടലാസ് കീറിമുറിച്ച ഈ കടലാസിനെ തുണ്ടുകളാക്കി ഈ കടലാസിനെ ഇങ്ങനെ വീണ്ടും കയ്യിൽ ചേർത്ത് പിടിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എൻ്റെ ലോകത്തേക്ക് പോന്നു. ഞാൻ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോന്നു. ഇവിടെയായി മാജിക് പ്ലാനറ്റ് ഉണ്ടാക്കി. ഈ അടുത്തൊരു ദിവസം അവൻ വീണ്ടും മാജിക് പ്ലാനറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു, നിൻ്റെ ആ സ്വഭാവം, ആ പഴയ ഹാബിറ്റ് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. അവൻ എന്നോട് പറഞ്ഞു, ഒരിക്കലും എനിക്കൊന്ന് മോചനം നേടാൻ സാധിച്ചില്ല. ദാറ്റ് ഹാബിറ്റ് ഈസ് എഗെയിൻ ദർ. ഇപ്പോഴും ആ ബാഡ് ഹാബിറ്റ് അവിടെയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതൊരു മാജിക്കിൻ്റെ ഭാഗമായിട്ടല്ല കാണിക്കുന്നത്. നിങ്ങളോട് പറയാനുള്ളൊരു സന്ദേശം മാജിക്കിലൂടെ പറയുന്നു എന്ന് മാത്രം. ഞാൻ പറയുന്നൊരു കാര്യം, നമ്മൾ തുടങ്ങണ്ടേ, ഇതാണ് പ്രശ്നം. ഒരിക്കൽ ആരെങ്കിലും പ്രലോഭിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും മയക്കുമരുന്ന് നിങ്ങൾ ഒരൊറ്റ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മതി, നിങ്ങൾ അതിൻ്റെ അഡിക്ഷനിലേക്ക് പോകും. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ നോ പറയുവാൻ വേണ്ടി പഠിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ആരൊക്കെ നിങ്ങളെ പ്രലോഭിപ്പിച്ചു കഴിഞ്ഞാലും, എന്തൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ വരുത്തി വെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം, അവകാശം നിങ്ങളുടേതാണ്.
ഞാൻ വീണ്ടും പറയുന്നു, മക്കളെ, പൂക്കൾ മേലോട്ടെറിഞ്ഞാൽ പൂക്കൾ താഴേക്ക് വീഴും, കല്ലുകൾ മേലോട്ടെറിഞ്ഞാൽ കല്ലുകൾ താഴേക്ക് വീഴും. എന്തെറിയണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങളുടേതാണ്, നമ്മളുടേതാണ്. അതുകൊണ്ട് ആ തീരുമാനം നിങ്ങൾ സ്വയം എടുക്കുക. ന്യൂസ് 18 അതിൻ്റെ ഭാഗമാകുന്നതിൽ എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ. ഞങ്ങളുടെ ഒരു ഉപഹാരം കൂടിയുണ്ട്, അതും കൂടി വാങ്ങിയിട്ട് പോകും. ഞങ്ങളുടെ ഒരു ഉപഹാരം കൂടിയുണ്ട് ന്യൂസ് 18-ന്റെ. I invite Mr. Baswaraj, General Manager of Sales Division, News 18 Network South, to present a memento to Sri Gopinath Mudugat. Please, sir.